ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മുല്ലപ്പൂ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു മെത്തേഡും കൂടെ കാണിച്ചു തരാമെന്ന്. എനിക്ക് പക്ഷേ കഴിഞ്ഞ മെത്തേഡാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ കാണാൻ കുറച്ചുകൂടെ ഭംഗി ഗ്രീൻ യാണും കൂടെ വരുമ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ വൈറ്റ് യാണെടുത്ത് നമുക്കൊരു മാജിക് റിങ് ഉണ്ടാക്കണം. മാജിക് റിങ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാജിക് റിങ്ങിനകത്തേക്ക് 5 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അഞ്ച് സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് മാജിക് റിങ് ടെയിലെൻഡ് പിടിച്ച് വലിച്ച് ക്ലോസ് ചെയ്യാം. ഇനി ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യക്കകത്തോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആവും. സെക്കൻഡ് റൗണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ആ സെയിം സ്പേസിലേക്ക് തന്നെ 4 ഡബിൾ ക്രോഷ്യയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പോപ്കോൺ സ്റ്റിച്ച്. പോപ്കോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ആ സെയിം സ്പേസിലേക്ക് തന്നെ നമ്മൾ 4 ഡബിൾ ക്രോഷ്യയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ചെയിൻ സ്റ്റിച്ചും 4 ഡബിൾ ക്രോഷ്യയും ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഹുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുക. ഇപ്പോൾ അവിടെ ഒരു ലൂപ്പ് കിട്ടിയല്ലോ. ഇനി നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യക്കകത്തോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വലിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ ലൂപ്പിനകത്തോട്ടും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് അത് ആദ്യത്തെ ഡബിൾ ക്രോഷ്യയ്ക്ക് അകത്തൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി പോപ്കോൺ സ്റ്റിച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ആ 3 ചെയിൻ സെയിം സ്പേസിലേക്ക് തന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യ എല്ലാം ചെയ്ത് സെയിം സ്പേസിലേക്ക് തന്നെ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം കൂടെ കാണിക്കാം. അടുത്ത സിംഗിൾ ക്രോഷ്യക്കകത്തോട്ട് ആദ്യം 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. വൺ 2 3 4 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മുടെ ഹുക്ക് ഒന്ന് മേളിലേക്ക് വലിക്കുക. അപ്പോൾ ഒരു ലൂപ്പ് അവിടെ കിട്ടി. ഇനി ഹുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ആദ്യത്തെ ഡബിൾ ക്രോഷ്യക്കകത്തൂടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ലൂപ്പില്ലേ, ആ ലൂപ്പിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ആ ലൂപ്പ് നമുക്ക് ആദ്യത്തെ ഡബിൾ ക്രോഷ്യക്കകത്തൂടെ പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ഇടണം. എന്നിട്ട് നമ്മൾ ഈ ഡബിൾ ക്രോഷ്യേഴ്സ് ഒക്കെ ഉണ്ടാക്കിയ സെയിം സ്പേസിലേക്ക് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് 5 പെറ്റൽസാണ് വേണ്ടത്. സെയിം പാറ്റേൺ ഫോളോ ചെയ്ത് 5 പെറ്റൽസ് ഉണ്ടാക്കി. ഇനി നമുക്ക് ആദ്യത്തെ ഡബിൾ ക്രോഷ്യക്കകത്തൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് യാൺ ഒരു സിസർ വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമുക്ക് ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ലെങ്താണോ എത്ര വലുത് വേണോ നിങ്ങളുടെ മുല്ലപ്പൂ അതിനനുസരിച്ച് ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്ത് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്രീൻ യാൺ എടുത്ത് നമുക്ക് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മുല്ലപ്പൂ എത്ര ലെങ്താണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയിൻ പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു 20 25 ചെയിൻസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയിൻസ് ഉണ്ടാക്കാം, എത്ര നീളം വേണം എന്നതിനനുസരിച്ച്. ചെയിൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് യാൺ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ടെയിലെൻഡ് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം.
ഇപ്പോൾ ദേ നമ്മുടെ ഫ്ലവറും റെഡി, ചെയിൻസും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു യാൺ നീഡിലിനകത്തേക്ക് നമുക്ക് ടെയിലിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഫ്ലവേഴ്സ് ഉള്ളിലേക്ക് ഇങ്ങനെ കോർത്തെടുക്കുന്ന പോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ മുല്ലപ്പൂ എത്ര നീളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെ എണ്ണവും കൂട്ടാം, ചെയിൻ്റെ എണ്ണവും കൂട്ടാം. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതായിരുന്നു സെക്കൻഡ് മെത്തേഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന് നമ്മൾ നമ്മുടെ സ്വന്തം മുല്ലപ്പൂ ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാമേ. ഓക്കെ, ബൈ.